ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ മനുഷ്യരും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ കഴിവിലും പ്രവർത്തനത്തിലുമൊക്കെ വ്യത്യാസമുണ്ട്. ദാമ്പത്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് സംഭവിക്കുമ്പോഴാണ് അവിടെ ഒരു വിജയം ഉണ്ടാവുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. പ്രത്യേകിച്ചും ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട് പുരുഷന്മാരിൽ സമയം വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പുരുഷന്മാരെ സംബന്ധിച്ച് ഈ ഒരു പ്രക്രിയ കറക്റ്റായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. അതുപോലെ തന്നെ നാഡീ ഞരമ്പുകളുടെ പ്രവർത്തനം ഇതിനകത്ത് ബലം കിട്ടാനും കൂടുതൽ സമയം കിട്ടാനും ഒക്കെ വളരെ പ്രധാനമാണ്. ഫിസിക്കലി പറയുവാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണാണ്. കൂടാതെ ചില മസിലുകളുടെ പ്രവർത്തനം ഇതിനകത്ത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെ പ്രവർത്തനം. ഇതിനകത്ത് പ്രധാനമായിട്ട് വരാവുന്ന രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന് ബലം കിട്ടുന്നില്ലെന്നുള്ളതും മറ്റൊന്ന് സമയം കിട്ടുന്നില്ലെന്നുള്ളതും. പക്ഷേ ഇത് രണ്ടും രണ്ടവസ്ഥകളാണ്. അതുകൊണ്ട് തന്നെ രണ്ട് രീതി വേണം ഇതിനെ സമീപിക്കാൻ. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും അത് ചെയ്യാനുള്ള ഒരു ഊർജം നമുക്കുണ്ടാക്കി തരുന്നത് ആഗ്രഹങ്ങളാണ്. വ്യക്തികൾ തമ്മിലുള്ള ആകർഷണമായിട്ട് ബന്ധപ്പെട്ട് പല ചിന്തകളും വരുന്നുണ്ട്. പക്ഷേ ഈ ആകാംക്ഷ നമുക്ക് അമിതമാകുമ്പോൾ നമ്മുടെ ശരീരത്തിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. എന്നാൽ ഇങ്ങനൊരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് വേണം താനും. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു പ്രക്രിയയിലുടനീളം ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ച് അത് കൂടുതലായിട്ടും ചില പ്രത്യേക സമയത്താണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് ചില കാര്യങ്ങൾ അവർക്ക് സ്വയം ചെയ്യാം. അതിനകത്ത് ഏറ്റവും പ്രധാനമാണ് ചിന്തകളെ ഡൈവേർട്ട് ചെയ്യുന്ന രീതി. യഥാർത്ഥത്തിൽ ലൈംഗികതയിൽ ഫിസിക്കൽ ബോഡി മെൻ്റൽ ബോഡി ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പുരുഷൻ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പങ്കാളിയെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നുവെച്ചാൽ ഇതുമായിട്ട് ബന്ധമൊന്നുമില്ലാത്ത ചിന്തകൾ കോൺഷ്യസ് ആയിട്ട് തന്നെ മനസ്സിലേക്ക് കടത്തിവിടണം. എന്നുവെച്ചാൽ ചില സമയത്ത് മാത്രം മതി കേട്ടോ. അതുപോലെ വരുന്നതിന് തൊട്ട് മുമ്പേ ഫിസിക്കലി ബ്ലോക്ക് ചെയ്യാവുന്ന രീതിയുണ്ട്. ഇതിനുവേണ്ടി നമുക്ക് തള്ളവിരൽ ഉപയോഗിക്കാം. ഇതോടൊപ്പം ശ്വാസം ഡീപ്പായിട്ട് മൂക്കിൽ കൂടി ഉള്ളിലേക്ക് എടുക്കണം. അതിനുശേഷം ശക്തമായിട്ട് വായിൽ കൂടെ പുറത്തേക്ക് വിടുക. ഈ ഇൻഹേൽ എക്സേൽ ചെയ്യുന്ന നമുക്ക് 2-3 പ്രാവശ്യം ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നർ ഓർഗൻസ് എല്ലാം പെട്ടെന്ന് റിലാക്സ് ചെയ്യുന്നു, പ്രഷർ കുറയുന്നു. തന്നെയല്ല, നമുക്കിതിനകത്തൊരു കൺട്രോൾ വരും, ഫീലിങ്സിനൊരു മാറ്റം വരും. വീണ്ടും പഴയതുപോലെ തന്നെ നമുക്ക് തുടരാം. അപ്പോൾ ഈ ഒരു രീതി സ്വയം ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ വിവാഹിതരായിട്ടുള്ള പുരുഷന്മാരെ സംബന്ധിച്ച് ഇതിനകത്ത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ പങ്കാളിക്ക് നന്നായിട്ട് കഴിയും. ചിലരെ സംബന്ധിച്ച് അവർക്ക് ഈ ഉത്കണ്ഠയും ടെൻഷനും ഒക്കെ കുറച്ച് കൂടുതലാണ്. പക്ഷേ കൂടുതലും അവരത് പങ്കാളിയെ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് തോന്നുന്നു ഇതിനകത്തുള്ള അവരുടെ ആത്മവിശ്വാസത്തിന് പങ്കാളിയുടെ റിയാക്ഷനുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട്, അല്ലെങ്കിൽ റെസ്പോൺസുമായിട്ട്. യഥാർത്ഥത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബ്ലഡ് വെസൽസ് ഒക്കെ പെട്ടെന്ന് ആക്റ്റീവ് ആകുന്ന രീതിയിലാണ് പുരുഷനിൽ അത് സജ്ജീകരിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് തടസ്സമായിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉത്കണ്ഠയും ആത്മവിശ്വാസക്കുറവും തന്നെയാണ്. ഇപ്പോൾ ഒരു കാര്യം ശരിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ പങ്കാളിയും വിശ്വസിക്കുന്നെങ്കിൽ അത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവുണ്ടെങ്കിലും പങ്കാളിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ ചില പുരുഷന്മാർക്ക് പങ്കാളിയോട് ആകർഷണം കുറച്ച് കൂടുതലായിരിക്കും. ഇതും ഈ സമയത്ത് അമിതമാണെങ്കിൽ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് കൂടും. പിന്നെ ഇതിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ചെയ്യാം. ലോവർ അബ്ഡോമൻ ഭാഗത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാം. അതുപോലെ തന്നെ പെൽവിക് ഫ്ലോർ മസിൽസ് ഉണ്ട്, അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സർസൈസും ചെയ്യണം. അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ഡീപ് ബ്രീത്തിങ് റിലാക്സേഷൻ ടെക്നിക്കുകൾ ചെയ്യണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ടെൻഷൻ പൊതുവേ കുറവുള്ളവരെ അത്ര പെട്ടെന്ന് നെഗറ്റീവായിട്ട് ബാധിക്കത്തില്ല കേട്ടോ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.